ശ്രീജിത്ത് സർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും ഭീതി ഉണർത്തുന്ന വാർത്തകളാണ് കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ചെന്താമര ആളുകളെ ഭയപ്പെടുത്തുന്നു. അതിന് പിന്നാലെ ഒരു പിഞ്ചു കുഞ്ഞിനെ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മയുടെ സഹായത്തോടെ കിണറ്റിലിട്ടിട്ട് കൊല്ലുന്നു. അതോടൊപ്പം തന്നെ സുഹൃത്തിനോട് സംസാരിച്ചതിൻ്റെ പേരിൽ കാമുകൻ വീട്ടിൽ കയറി കാമുകിയെ ക്രൂരമായ രീതിയിൽ, ഒരു അതിജീവിതയെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു. ഇത്തരം വളരെ നിഷ്ഠൂരമായ ക്രൂരതയുണർത്തുന്ന വാർത്തകളാണ് അടുത്തിടെ കേരളത്തിൽ നിന്ന് കേൾക്കുന്നത്. ഒരു സൈക്കോ ലാൻഡായിട്ട് മാറുകയാണോ ഈ പ്രബുദ്ധ കേരളം? സാർ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗൗതം, നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ മനസാക്ഷി ഞെട്ടിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ ഞെട്ടി ഞെട്ടി മനസാക്ഷി മരവിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന രീതിയിലത്തേക്കുള്ള സംഭവങ്ങളാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ടിരുന്ന ഒരു സംഭവം എന്നെ വല്ലാതെ ഉലച്ച ഒരു സംഭവമാണ്. ഒരു സ്ത്രീ അവരുടെ ചെറിയ കുഞ്ഞിനെ പാറക്കെട്ടിലേക്ക് എറിഞ്ഞു കൊന്നു എന്ന് നമ്മൾ കണ്ടതാണ്. കുറേ കാലം മുമ്പ് നടന്നിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനുശേഷം കുറേയധികം ഈ സാമൂഹ്യ അധപതനം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലത്തേക്കുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പല പല കാരണങ്ങളാണ്. ചില കാരണങ്ങളിലൊക്കെ അന്ധവിശ്വാസമാണ് ചിലതിലൊക്കെ ഉണ്ടാകുന്നത് എങ്കിൽ ചിലതിലൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാർത്ഥതയാണ്. തനിക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ തൻ്റെ കുഞ്ഞ് അതിനൊരു തടസ്സമാണ് എന്ന് തോന്നുന്ന സമയത്ത് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരമ്മ. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നമുക്ക് സ്ത്രീകളെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച് കുറേയധികം സങ്കല്പങ്ങളുണ്ട്. മാതൃത്വത്തെക്കുറിച്ച് കുറേയധികം സങ്കല്പങ്ങളുണ്ട്. അതിനെയെല്ലാം തന്നെ പാടെ തകർക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ഉൾപ്പെടെ, സ്വന്തം കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ മതാചാരത്തിൻ്റെ പേരിൽ കൊല്ലുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സൈക്കോ ലാൻഡ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇവർ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പണ്ട് ഒരു നിനോ മാത്യുവിൻ്റെ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം പ്ലാൻ ചെയ്തിട്ട് അവരുടെ മകളെ കൊല്ലുന്നു, അവരുടെ അമ്മയെ കൊല്ലുന്നു. അതിനുശേഷം ഭർത്താവ് വരുന്ന സമയത്ത് അവിടെ വീടിനുള്ളിൽ മറഞ്ഞിരുന്നതിന് ശേഷം വെട്ടാനായിട്ട് ശ്രമിക്കുന്നു, വെട്ടുന്നു. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് നടക്കുക എന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം കഠിനഹൃദയനായിട്ടുള്ള ഒരാളിന് മാത്രമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നതിന് ശേഷം, അതിൻ്റെ മുത്തശ്ശിയെ കൊന്നതിന് ശേഷം ആ വീട്ടിൽ തന്നെ ഈ മൃതശരീരങ്ങളോടൊപ്പം തന്നെ അവിടെ ഒളിഞ്ഞിരിക്കാൻ കഴിയുക. അപ്പോൾ ഒരു സമയത്ത് പോലും ഒരു കഴഞ്ച് മാനസാന്തരമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് മനസ്സ് മൊത്തത്തിൽ മരവിച്ചു പോയിരിക്കുന്ന കുറേയധികം ആൾക്കാർ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരാളിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കഷായം കൊടുത്ത് അതിൽ വിഷം ചേർത്ത് കൊല്ലുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് വരുന്നു. വളരെ സൈക്കോ ആയിട്ടുള്ള രീതിയിലത്തേക്ക് പെരുമാറുന്ന ഒരു ചെന്താമരയെ നമ്മൾ കാണുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. സൈക്കോ ലാൻഡ് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അത് പല കാരണങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ. മറ്റൊന്ന്, തങ്ങൾ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രൈമാണ്, അതുകൊണ്ട് പിടിക്കപ്പെടില്ല എന്ന രീതിയിലത്തേക്കുള്ള കാര്യം. മറ്റൊന്ന്, ലൗകിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ ബന്ധങ്ങളെല്ലാം തന്നെ പുതുതായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തിന് തടസ്സമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇവരുടെയൊക്കെ ലോ ഇൻ്റലിജൻസ് ആണ് എന്നെ അതിശയിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ, കുടുംബത്തിലുള്ള ആൾക്കാരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടങ്ങ് വാഴാം എന്നിവരൊക്കെ ചിന്തിക്കുമ്പോൾ പോലീസിനെ, നമ്മുടെ നാട്ടിലുള്ള ലീഗൽ സിസ്റ്റത്തിനെയൊക്കെ തന്നെ ഇവർ എത്രത്തോളം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് ക്രൈം ഇല്ല എന്നിരിക്കെ തന്നെ ഈ പെർഫെക്റ്റ് ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വരയാണ് ഇവരെയൊക്കെ തന്നെ നയിക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എല്ലാ ക്രൈമും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക്, പോലീസിന്, സംവിധാനത്തിനൊക്കെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമുക്ക് എല്ലാ വീടുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലത്തേക്കോ ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ച് മുൻകൂട്ടി കണ്ട് പെരുമാറാനോ ഉള്ള ഒരു മിറ്റിഗേഷൻ സിസ്റ്റം അത് നമുക്കില്ല. അത് ഒരിക്കലും ഒരു രാജ്യത്തും ഒരു കാലത്തും അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യവുമല്ല. പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഒന്ന്, പൗരബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പൗരബോധം ഉണ്ടാകാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഒരു സൈക്കോ ലാൻഡായിട്ട് മാറുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഏതൊക്കെ ഘട്ടങ്ങളിൽ പോലീസിന് അല്ലെങ്കിൽ നിയമപാലകർക്ക് ഇടപെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ക്രൈമായിട്ട് ഞാനതിനെ കാണുന്നത് അവിടെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ചെന്താമരയുടെ വിഷയം ഒന്ന് എടുത്ത് നോക്കും. ആ ചെന്താമരയുടെ വിഷയത്തിൽ അയാൾ 2019 ആ കുടുംബത്തിലെ സ്ത്രീയെ, ഗൃഹനാഥയെ കൊന്നയാളാണ്. അയാൾക്കതിന് അയാളുടേതായിട്ടുള്ള ചില വിചിത്രമായിട്ടുള്ള ന്യായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അയാൾ വിചാരണ തടവുകാരനായിട്ട് അവിടെ കഴിയുമ്പോൾ അയാൾ ജാമ്യം കിട്ടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ആ ജാമ്യം കിട്ടുമ്പോൾ, നമ്മൾ സാധാരണഗതിയിൽ ജാമ്യത്തിനൊക്കെ
ഒപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അയാൾക്ക് ജാമ്യം കിട്ടുന്നു. ജാമ്യം കിട്ടുന്ന സമയത്ത് ഏതൊരു ജാമ്യത്തിൽ വരുന്ന പ്രതിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറേയധികം ജാമ്യ വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളെ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോലീസിനെ അയാളെ കസ്റ്റഡിയിലെടുക്കാം, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാം, ജാമ്യം റദ്ദ് ചെയ്യാം, തിരികെ ജയിലിലേക്ക് അയക്കാം. ഇതവിടെ നിലനിൽക്കുന്ന സമയത്താണ് ഈ ചെന്താമര വീണ്ടും ഈ റെസ്ട്രെയിനിങ് ഓർഡറൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പ്രദേശത്ത് പോകുന്നത്. ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നു, ഈ വീട്ടുകാരുമായിട്ട് അയാൾ ഇൻട്രാക്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഇത് പോലീസ് അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുമോ? കാരണം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിലും ഈ ജനുവരി മാസത്തിലും ഈ മരണപ്പെട്ട സുധാകരൻ്റെ കുടുംബം കൃത്യമായിട്ട് അവിടെ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി പോലീസിനെ അറിയിച്ചതിന് ശേഷം ഇയാൾ ഇവിടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു വരുന്നുണ്ട്, ഭീഷണി മുഴക്കുന്നുണ്ട്, മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ സുധാകരനും അദ്ദേഹത്തിൻ്റെ അമ്മ ലക്ഷ്മിയും മരിക്കുകയില്ലായിരുന്നു, കൊല ചെയ്യപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പോലീസിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച എവിടെയാണ്? അപ്പോൾ അതല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു കാമുകനെ കൊല്ലുന്നു, ഈ രീതിയിലത്തേക്കുള്ള പ്രവൃത്തി പോലെ അല്ല ഇവിടെ. ഇവിടെ ഇടപെടാനായിട്ടുള്ള ഒരു വിൻഡോ പോലീസിന് കിട്ടിയിരുന്നു, ദീർഘമായിട്ടുള്ള ഒരു വിൻഡോ കിട്ടിയിരുന്നു. പക്ഷേ ആ സമയത്ത് അതിന് പോലീസ് ഇടപെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. കൃത്യസമയത്ത് ഇടപെടാത്തതിൻ്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനുണ്ടായിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇടപെടലില്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. രണ്ടാമത് ഒരു കേസ് കൂടെ നമുക്ക് പറയാം, ഷെറിൻ കേസ്. നമുക്കറിയാം വളരെ കൃത്യമായ ഒരു പ്ലാൻഡ് മേർഡറാണ് കാരണവർ വധക്കേസിലുണ്ടായിരുന്നത്. ഷെറിൻ ഏതൊരു സാഹചര്യത്തിലാണ് കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്, അതിന് അക്കംപ്ലീസ് ആയിട്ട് കുറേ ആൾക്കാരെ കൂടെ കൂട്ടുന്നു, ഏത് ഒരു രീതിയിലാണ് വീട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നത്, എന്നിട്ട് അവസാനം കൊലപാതകം നടത്തുന്നത്, അതൊക്കെ തന്നെ സ്വാഭാവികമാണെന്ന് ധരിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള കൊടും ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയെ 14 വർഷം പൂർത്തിയാക്കി എന്നതിൻ്റെ പേരിൽ അവർക്ക് ഇളവ് കൊടുത്തേക്കാം. അതായത് ആസൂത്രിതമായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിരോധത്തിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു മാനസികമായ തീരുമാനമല്ല, മറിച്ച് കരുതി കൂട്ടി ഒരാളെ കൊല ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയും ഗൂഢാലോചന നടത്തുകയും അതിന് ആൾക്കാരെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രതിക്ക് 14 വർഷം കഴിയുമ്പോൾ നല്ല നടപ്പുമല്ല അവരുടേത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ജയിലിൽ പോലും അവർ പ്രശ്നക്കാരിയായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇളവ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന ആരാ? തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലത്തേക്ക് ആസൂത്രിതമായിട്ട് കൊല ചെയ്യാം, ചെയ്തതിന് ശേഷം പോകാം, പിന്നീട് നിങ്ങൾക്ക് സർക്കാരിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില ബെനവലൻസിൻ്റെ പേരിലോ ഒക്കെ നിങ്ങൾക്ക് പുറത്തു വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന അതിക്രൂരമായിട്ടുള്ളൊരു സാമൂഹ്യ അനീതി ഇവിടെയുണ്ട്. മറ്റുള്ള ഒരു കേസ് പോലെയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം അത് ചെയ്യുന്നു. പിന്നെ ഇനി അഥവാ അതിനകത്തിലൊരു ഇളവ് കൊടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെ കൊടുക്കാം? ഇതിലെ പ്രൈം അക്യൂസ്ഡ് ആരാണ്? പ്രൈം കുറ്റവാളി, കോൺവിക്റ്റ് എന്ന് പറയുന്നത് ഈ ഷെറിൻ തന്നെയാണ്. മറ്റുള്ള ആൾക്കാരെല്ലാം ഷെറിനെ സഹായിക്കാനായിട്ട് അവർ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ സമാനമായിട്ടുള്ള കാര്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അവരെ കൂടെ വിടേണ്ടതല്ലേ? നമ്മൾ അങ്ങനെയാണെങ്കിൽ തുല്യനീതിയെപ്പറ്റി പറയണം. തുല്യനീതിയാണെങ്കിൽ അവരെ കൂടെ വിടണം. പക്ഷേ ഇവിടെ അവരെ വിടുന്നില്ല, പകരം ഒരാളിനെ മാത്രം കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഇവിടെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നും ചില ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും ആരോപണങ്ങളും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സൈക്കോ മെൻറ്റാലിറ്റി ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ചെന്താമര കേസിനെ പ്രൈം എക്സാമ്പിൾ ആക്കിക്കൊണ്ട് പറയാം. അത് ഇടപെടൽ ഉണ്ടാകുന്നില്ല. മറിച്ച് സമൂഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന, സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ പോലും അതിഗുരുതരമായിട്ടുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ആളിനെ എന്തോ വിചിത്രമായ കാരണങ്ങളിലൊക്കെ തന്നെ അവിടെ നിന്ന് വിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, ആരാണ് കൂടുതൽ സൈക്കോ? ഇത് ചെയ്യുന്ന ആൾക്കാരാണോ അതോ ചെയ്യുന്ന ആൾക്കാർക്ക് സംരക്ഷണം നൽകുന്ന, അതിൽ ഇടപെടാൻ മടിക്കുന്ന സിസ്റ്റമാണോ ഇതിൽ കൂടുതൽ സൈക്കോ എന്ന് ചോദിച്ചാൽ അത് വളരെ ചിന്തനീയമായിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ അവിടെയാണ് ഇത് കൂടുതലായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കാണുന്നത്. കാരണം ലോലെസ്നെസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുള്ള ഒരവസ്ഥയെപ്പറ്റി പറയില്ലേ, ലോ എന്ന് പറയുന്ന കാര്യം എവിടെയാണ് ഉള്ളത്? ലോ എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇടപെടുന്നതിനാണ്. പക്ഷേ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടി നൽകേണ്ടുന്ന ഗവൺമെൻറ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ലോലെസ്നെസ് അവിടെ നിലനിൽക്കുന്നു എന്നാണ്. ഞാൻ അതിനെ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ റിട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള പണിഷ്മെൻറ്റുകൾ ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ അങ്ങേയറ്റത്ത് നീതീകരിക്കാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിൽ ആരാണ് കൂടുതൽ സൈക്കോ എന്ന്. അതിൻ്റെ ഉത്തരം പ്രേക്ഷകർ വിലയിരുത്തട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്.
എന്തായാലും വളരെയധികം നന്ദി ശ്രീ സർ. ഇതിൽ പല കേസിലും നിയമം തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു രീതി നമ്മൾ പലതിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ യാതൊരു കാര്യത്തിലും നമുക്ക് അതിനെ അനുകൂലമായിട്ടൊരു നിലപാട് അതിന് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളെങ്കിലും നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വളരെ നന്ദി. നന്ദി ഗൗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.